അങ്ങനെ നമ്മുടെ +2 പബ്ലിക് എക്സാമും കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ എന്നത് മാത്രമാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത്, ക്വസ്റ്റ്യൻസിലൂടെ ഇങ്ങനെ പോയ സമയത്ത് ഞാൻ വല്ലാത്ത ഹാപ്പിയായി. കാരണം നമ്മൾ പഠിപ്പിച്ചതല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തുനിന്നില്ല. ചിലതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നതാണെങ്കിൽ പോലും നമ്മൾ പഠിപ്പിച്ച രൂപത്തിൽ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അപ്പോൾ അത് കൃത്യം ഫോളോ ചെയ്തവർക്കൊക്കെയും വളരെ ഈസി ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സോ ജനറലി നോക്കുകയാണെങ്കിൽ, ടോട്ടലി നോക്കുകയാണെങ്കിൽ വളരെ ഈസി പേപ്പർ ആയിരുന്നു. മോഡൽ എക്സാമിനേക്കാൾ ഈസി പേപ്പർ ആയിരുന്നു. സോ 3 ദിവസങ്ങളിലായിട്ട് വളരെ എഫേർട്ട് എടുത്തിട്ട് റിവൈസ് ചെയ്തും പഠിച്ചും റിവൈസ് ചെയ്തും ക്വസ്റ്റ്യൻസ് ചെയ്തും ഒക്കെ പിന്നെ രാത്രി ഉറക്കമൊക്കെ വളരെ വളരെ കുറച്ച് അങ്ങനെ വല്ലാണ്ട് വർക്ക് ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ ഞാനും വല്ലാത്ത ഹാപ്പിയിലാണ്. സോ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തൊക്കെ കറക്റ്റ് ആണോ, നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണോ വന്നത്? വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. നമ്മൾ കൃത്യം പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. സോ ആൻസർ കീ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അടുത്ത മാസങ്ങളിൽ പിന്നെ നീറ്റിൻ്റെയും കീമിൻ്റെയും ഒക്കെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ക്രാഷിനൊക്കെ പിന്നെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മാർച്ച് 28-നാണ് നമ്മുടെ ബാച്ച് ലോഞ്ചിങ് വരുന്നത്. സോ പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ വെറുതെ പോയിട്ട് ക്രാഷ് എക്സാം എഴുതുക എന്നതിനപ്പുറം ഒരു ഐഡിയ ഉണ്ടാക്കി, നിങ്ങളിപ്പോൾ ഓൾറെഡി +2 ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായിട്ടായിരിക്കും ആ എക്സാം കഴിഞ്ഞാൽ എത്തുന്നത്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ചും കൂടെ ഡെപ്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം പബ്ലിക് എക്സാം കഴിഞ്ഞ ഉടനെയാണ് നിങ്ങളത് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഒന്നുകൂടെ സീരിയസ് ആയിട്ട് ക്രാഷിനെ കാണുമ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പിന്നെ ദൂരം ഇങ്ങനെ കുറയും. സോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. നല്ല മെറ്റീരിയൽസ് കിട്ടുന്നതാണ് ഇതിൻ്റെ വേറൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് മക്കൾ ആലോചിച്ചോളുക. സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എനിവേ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ചില ആളുകൾ ഫസ്റ്റ് പാർട്ടിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കുഴപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം ഏതെങ്കിലും കുഴപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇൻ ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl, നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ വിചാരിച്ചത് അക്വസ് NaCl ചോദിക്കുന്നതാണ്. പേഴ്സണലി ഞാൻ വിചാരിച്ചത് അക്വസ് NaCl ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരാനാണ്. പക്ഷേ ഇവർ ഡയറക്റ്റ് ആണ് ചോദിച്ചത്, മോൾട്ടൺ NaCl ആണ് ചോദിച്ചത്. മോൾട്ടൺ NaCl, ഒരു മിനിറ്റ്, ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ, മോൾട്ടൺ NaCl ആണ് ചോദിച്ചത്. മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ NaCl മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ട്രിക്ക് എന്തായിരുന്നു? NaCl ഫസ്റ്റത്തെ ആൾ കാഥോഡ്, രണ്ടാമത്തെ ആൾ ആനോഡ്. സോ Na ആണ് കാഥോഡിൽ പോവുക. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മോൾട്ടൺ NaClന്റെയും പിന്നെ NaCl സൊല്യൂഷന്റെയും H2SO4 സൊല്യൂഷന്റെയും ഒക്കെ കാഥോഡിലും ആനോഡിലുള്ള റിസൾട്ട് വെച്ച് ഞാൻ ടേബിളൊക്കെ ആക്കി പഠിപ്പിച്ചു തന്നാണ്. നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ അത് നമ്മൾ സെറ്റ് ആയിട്ട് പറഞ്ഞതാണ്. രണ്ടാമത്തത് ഹാഫ് ലൈഫ്. അത് ചില ആളുകൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആയി. ഹാഫ് ലൈഫ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സോ ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് ആണ് ചോദ്യം. ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ T½ = 0.693/K ആണ്. ഓക്കെ. സോ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. സോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതല്ല, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ ടെമ്പറേച്ചർ ഓൺലി, ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതും പറയാൻ പറ്റില്ല. കാരണം ഈ ഇക്വേഷൻ പ്രകാരം പോയിന്റ് കണ്ടോ, ഇങ്ങനെ നമുക്കൊരു ഒരു ഐഡന്റിറ്റി കിട്ടും. ടെമ്പറേച്ചർ ഓൺലി, ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ല, T½ റേറ്റ് കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചറിനെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. ദെൻ ബോത്ത് A and C, അതെന്തായാലും. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 0.69 റേറ്റ് കോൺസ്റ്റന്റിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞത്. കാരണം റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും ഡിപ്പെൻഡ് ആണ്. അറീനിയസ് ഇക്വേഷൻ പ്രകാരം Kയും ടെമ്പറേച്ചറും, നിങ്ങൾ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആവും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ റേറ്റ് കോൺസ്റ്റന്റിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ ഓൺലി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് റേറ്റ് കോൺസ്റ്റന്റ് എഴുതിയാൽ മതി. സോ ഈ ഇക്വേഷൻ, അപ്പോൾ ഇക്വേഷൻ ലോജിക്കലി ആലോചിക്കുക എന്നുള്ളതാണ്. ഇത് ചില ആളുകൾക്ക് കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ രണ്ടാമത്തത് അതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കീലേറ്റിംഗ് ലിഗാൻഡ്? ഇതിന് പ്രൂഫ് ഇല്ല എന്ന് വിചാരിക്കേണ്ട, നമ്മൾ പറഞ്ഞതാണ്. ഞാൻ തപ്പി നോക്കിയിട്ട് ഏതൊക്കെയോ ഒരുപാട് ക്ലാസ്സുകൾ പറഞ്ഞതുകൊണ്ട്, 2-3 ക്ലാസ്സുകൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല, വേഗത്തിൽ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് ഒരുപാട് പ്രാവശ്യം. അതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, കീലേറ്റിംഗ് ലിഗാൻഡുകളും അവയുടെ എക്സാമ്പിളും ഒക്കെ. അപ്പോൾ കീലേറ്റിംഗ് ലിഗാൻഡിന്റെ മെയിൻ ആയിട്ട് എക്സാമ്പിൾ വരുന്നത് ബൈഡന്റേറ്റ് ലിഗാൻഡുകളും പോളിഡന്റേറ്റ് ലിഗാൻഡുകളാണ്. സോ ബൈഡന്റേറ്റ് ലിഗാൻഡ് നമ്മൾ 2 എണ്ണമാണ് പഠിച്ചത്. ഒന്ന് EN പഠിച്ചിട്ടുണ്ട്, മറ്റൊന്ന് C2O4 2- പഠിച്ചിട്ടുണ്ട്. ദെൻ EDTA, അത് പോളിഡന്റേറ്റ് ലിഗാൻഡ്. ഇതിൽ ഏത് വേണമെങ്കിലും വരാം. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചാണ് കീലേറ്റിംഗ് ലിഗാൻഡ് C2O4 2-. റെഡി, അതും സെറ്റാണ് മക്കളെ.
ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതും പറഞ്ഞതാണ്, സ്ക്രീൻഷോട്ട് ഇല്ല എന്ന് വിചാരിക്കേണ്ട, ഇതും പറഞ്ഞത് തന്നെയാണ്. കാരണം നമ്മൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ക്ലാസ്സിൽ പല പ്രാവശ്യം നമ്മൾ ട്രിക്കൊക്കെ വെച്ച് പറയുന്നതാണ്. SN റിയാക്ഷന് ലീസ്റ്റ് റിയാക്റ്റീവ് 4 കാരണങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഥ പോലെ പഠിച്ച റിയാക്ഷനാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ലീസ്റ്റ് റിയാക്റ്റീവ്. ഇതിൽ ആരാണ്? അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഈ ബെൻസൈൽ ക്ലോറൈഡ് ഇങ്ങനത്തെ പേരുകൾ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ നിങ്ങൾക്ക് അത് ലോജിക്ക് സിമ്പിൾ ആക്കാൻ ഞാൻ ഇന്നലെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിരുന്നു. എന്താണ് ബെൻസൈല്, എന്താണ് അല്ലൈല്, എന്താണ് അറൈൽ എന്നൊക്കെ കൃത്യം ചെയ്തിരുന്നു. അപ്പൊ നമുക്കറിയാം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനോട് ലെസ് റിയാക്റ്റീവ് ഇയാളാണ്. നമുക്ക് എന്തായാലും അറിയാം. ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? ക്ലോറോബെൻസിൻ. ആൻസർ ആയി. അയാൾ നമ്മൾ ക്ലോറോബെൻസിൻ എന്നാ വിളിക്കുക. അപ്പൊ ബെൻസൈൽ ക്ലോറൈഡ് എന്താ? ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിംഗിൽ ഒരു CH2 വരും. ആ CH2 Cl വരണം. കാരണം ബെൻസൈലിക് എന്ന് പറയുന്ന ആര്യ നിങ്ങളുടെ ഹാലജൻ sp3 കാർബണിനോട് ആ sp3 കാർബൺ sp2 കാർബൺ വരുമ്പോഴാണ് ബെൻസൈലിക് എന്നുള്ള പേര് വരിക. അത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹാലോ ആൽക്കൻസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കണ്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആവും. സോ ബെൻസൈൽ ക്ലോറൈഡ് അല്ല, ക്ലോറോബെൻസിൻ. മീഥൈൽ ക്ലോറൈഡ് എന്തായാലും അല്ല, അലൈൽ ക്ലോറൈഡും അല്ല. അലൈൽ ക്ലോറൈഡും നേരത്തെ പറഞ്ഞ പോലെ sp3 sp2 ആണ് വരിക. അവിടെ ബെൻസീറിംഗ് ഇല്ല. സോ ബെൻസീറിംഗ് ഉള്ള ആൾക്കാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ബെൻസീറിംഗിലേക്ക് ഡയറക്റ്റ് കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് ബെൻസൈൽ ക്ലോറൈഡ് അല്ല ലീസ്റ്റ് റിയാക്റ്റീവ്, ക്ലോറോബെൻസിൻ ആണ് ലീസ്റ്റ് റിയാക്റ്റീവ്. ഡയറക്റ്റ് ആൻസർ ആണ്. ചില കുട്ടികളെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ദെൻ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോളിസാക്കറൈഡ്. അത് സിമ്പിൾ ആണ്. മാൾട്ടോസ്, സൂക്രോസ് ഒക്കെ എന്താണ്? ഡൈസാക്കറൈഡ് ആണ്. ഫ്രക്ടോസ് ഒരു മോണോസാക്കറൈഡ് ആണ്. സെല്ലുലോസ് ആണ് നമ്മുടെ പോളിസാക്കറൈഡ്. നമ്മളിവിടെ എക്സാമ്പിൾ അടക്കം പറഞ്ഞതാണ് ക്ലാസ്സിൽ. എല്ലാം സാക്കറൈഡുകളെല്ലാം അതിന്റെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് തന്നതാണ്. വൈ സലൈൻ വാട്ടർ ഈസ് മിക്സ്ഡ് വിത്ത് മെഡിസിൻ ബിഫോർ ഇൻജക്റ്റഡ് ഇൻ ടു ദി ബ്ലഡ് ഓഫ് എ പേഷ്യന്റ്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് ഇൻട്രാവെനസ് ഇൻജക്ഷൻസ് ഓൺലി സൊല്യൂഷൻസ് വിത്ത് ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ടു ദാറ്റ് ഓഫ് 0.9% NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഐസോട്ടോണിക് സൊല്യൂഷൻ വേണം നമുക്ക്. ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പൊ എന്തിനാണ് സലൈൻ വാട്ടർ മിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു മേക്ക് ഐസോട്ടോണിക് സൊല്യൂഷൻ വിത്ത് ബ്ലഡ്. ബ്ലഡിനോട് ഐസോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് സലൈൻ വാട്ടർ മിക്സ് ചെയ്താൽ കിട്ടുക. സോ സലൈൻ വാട്ടറിന്റെ 0.9%, നോർമൽ സലൈൻ വാട്ടറിന്റെ പെർസെന്റേജ് 0.9% ആയിരിക്കും. സോ 0.9% NaCl ബ്ലഡും തമ്മിൽ ഐസോട്ടോണിക് ആയിരിക്കും. അപ്പോൾ ഓസ്മോസിസ് നടക്കാതിരിക്കാൻ വേണ്ടി ഐസോട്ടോണിക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സലൈൻ വാട്ടർ. അല്ലാണ്ട് മെഡിസിൻ മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓസ്മോസിസ് നടക്കുകയും ബ്ലഡ് സെല്ല് ഷ്രിങ്ക് ആവുകയും അല്ലെങ്കിൽ ബ്ലഡ് സെല്ല് തിരിച്ച് പിന്നെ അവിടുന്നുള്ള അത് അവിടേക്ക് വെള്ളം കയറി സ്വെല്ല് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ സലൈൻ വാട്ടർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്മോസിസ് നടക്കൂല, അവിടെ ഐസോട്ടോണിക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. സോ ഐസോട്ടോണിക് സൊല്യൂഷൻ മേക്ക് ചെയ്യാനാണ് സലൈൻ വാട്ടർ മിക്സ് ചെയ്യുന്നത് എന്നതാണ് ആൻസർ. റെഡി മക്കളെ? ദെൻ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പല പ്രാവശ്യം നിങ്ങൾ പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് സ്റ്റുഡൻസിന് അറിയാം പല പ്രാവശ്യം പറഞ്ഞത് ഞാൻ എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്തു വരുമ്പോൾ അപ്പോഴേക്ക് മക്കൾ ആൻസർ പറഞ്ഞു കഴിയും. -2.12300 ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇടുന്നതാണ് ഈ ആൻസർ. സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് നമ്മൾ ΔG0 = -NFE0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്നിന്റെ വാല്യൂ 2 ആണ്. കാരണം ഈ ഇക്വേഷൻ പ്രകാരം 2 ആണ്. ഇതിൽ ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ ഇക്വേഷൻ എഴുതിയിട്ടില്ലായിരുന്നു 2. അപ്പൊ 2 × എഫിന്റെ വാല്യൂ 96500, സെൽ പൊട്ടൻഷ്യൽ 1.1, അത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അത് ക്ലിയർ ആണ്. ഡിഫൈൻ ആക്ടിവേഷൻ എനർജി, എക്സ്പ്ലെയിൻ ദി എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ആക്ടിവേഷൻ എനർജി എന്താ? നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇറ്റ് ഈസ് ദ മിനിമം അഡീഷണൽ എനർജി റിക്വയർഡ് ഫോർ റിയാക്ഷൻ, റിക്വയർഡ് ഫോർ എ റിയാക്ടൻ ടു ഇൻവോൾവ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ, അങ്ങനെയൊക്കെ എഴുതാം. സോ അഡീഷണലി നമ്മൾ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് ആ ഒരു മിനിമം എനർജിയാണ് ആക്ടിവേഷൻ എനർജി. EA എന്നാണ് സിമ്പിൾ. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടുന്ന ആളാണ് കാറ്റലിസ്റ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. അതേ ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയതാണ്. ഇവിടെ എക്സ്പ്ലെയിൻ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് മാത്രമാണ് ചോദിച്ചത്. സോ അതും നമ്മൾ ചെയ്തതാണ്. Then the initial concentration of the first order reaction, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം ന്യൂമറിക്കൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് 60 മിനിറ്റ് എന്നാണ് തന്നത്. നമ്മളെ ക്വസ്റ്റ്യനിൽ 1 അവർ എന്നാണ് തന്നത്. ടൈം പ്രശ്നമല്ല, നിങ്ങൾക്ക് 1 അവർ വെച്ചിട്ട് കാണാം. അപ്പം കെയുടെ യൂണിറ്റ് മാറുന്നേ ഉള്ളൂ. കെയുടെ യൂണിറ്റ് ഹവർ വെച്ചാണ് കാണണമെങ്കിൽ ഹവർ ഇൻവേഴ്സ് വരും, മിനിറ്റ് വെച്ചാണ് കാണണമെങ്കിൽ മിനിറ്റ് ഇൻവേഴ്സ് എന്ന് വരും. ഇനി സെക്കൻഡിലേക്ക് ആക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് വരും. അല്ലാണ്ട് ടൈം മാറ്റിയില്ല എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഇതടിക്കണം. നിങ്ങൾ യൂണിറ്റ് എഴുതിയാൽ ശരിയായാൽ മതി. യൂണിറ്റ് എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അതുപോലെ ചെയ്താണ്. ഐ തിങ്ക് K = 0.0304 അങ്ങനെ എന്തോ ആൻസർ ആണ് വരുന്നത്. സോ അറിയാലോ, ചെയ്യാനറിയാലോ. കെയുടെ വാല്യൂ 2.303/T log R0/R. 2.303/T ന്റെ സ്ഥാനത്ത് 60 കൊടുക്കും. R0 എന്നുള്ള എന്റെ സ്ഥാനത്ത്
R0 എന്നുള്ള സ്ഥാനത്ത് ഫസ്റ്റ് എത്രയാണ് R ഇനീഷ്യൽ എത്രയാണ് 1.24 into 10⁻². ദെൻ ആറിന്റെ സ്ഥാനത്ത് അതിന് കുറച്ച് ഭാഗം കുറഞ്ഞ് 0.20 10⁻². അപ്പൊ ഇത് R0 ഇത് R വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. റെഡി. അടുത്തത് നമ്മുടെ ഓർഗാനിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് എക്സ് ആൻഡ് വൈ ഫോംഡ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ CH3 CH2OH പ്ലസ് PCl5 ഗീവ്സ് എക്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ റിയാക്ഷൻ എവിടെക്കോ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാനത്. എവിടെക്കോ നമ്മൾ ഇത് ഇഷ്ടം പോലെ പ്രാവശ്യം ചെയ്താൽ നമ്മൾ ട്രിക്കൊക്കെ വെച്ച് പഠിക്കുന്നതാണ് ഈ PCl5ന്റെ. CH3 CH2OH എന്ന് PCl5 ചേർത്താൽ CH3 CH2 Cl ഉണ്ടാവും. അഥവാ OH ഉള്ളതിലേക്ക് Cl ചേർത്താൽ OH പോയിട്ട് Cl കയറും. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ CH3 CH2 Cl ആണ് എക്സിന്റെ ആൻസർ. ദെൻ മറ്റേത് സോൾട്സ് റിയാക്ഷൻ, അത് പിന്നെ പറയുകയേ വേണ്ട, എല്ലാവർക്കും അറിയുന്നതാണ്. Br പോയി ഫ്ലൂറിൻ കയറും, അത് നമ്മൾ പറഞ്ഞതുമാണ്. ഓക്കെ, റെഡി. ദെൻ മക്കളെ, ഗിവ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ. എപ്പോഴും എല്ലാവരും പഠിച്ചിട്ടായിരിക്കും അത് പോയത്. SN1 ആൻഡ് SN2 റിയാക്ഷൻ ഐ തിങ്ക് ഞാൻ എടുത്ത 3 എക്സാമിനോട് അടുപ്പിച്ച് നമ്മൾ എടുത്ത 3 ഡേയ്സത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോയ റിയാക്ഷൻ ഇതാണ്. SN1 SN2ന്റെ മെക്കാനിസമോ ഡിഫറൻസോ ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡിഫറൻസ് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. യെസ്, നിങ്ങൾ നന്നായിട്ട് എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ക്വസ്റ്റ്യനിൽ ചില ആളുകൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ പറഞ്ഞു. In the presence of light, chloroform is slowly oxidized by air to an extremely poisonous gas called phosgene. അത് അതുപോലെ നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നു ക്വസ്റ്റ്യൻ. നെയിം ആൻഡ് ഫോർമുല ഓഫ് ദി പോയിസണസ് ഗ്യാസ് വിച്ച് ഈസ് ഫോംഡ് ക്ലോറോഫോം ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. നമ്മൾ എഴുതിയതാ, നമ്മൾ അതിന്റെ ആൻസർ ഫോസ്ജീൻ നമ്മൾ ഇന്നലെ എഴുതിയതാണ്. അതേ ക്വസ്റ്റ്യൻ വന്നു. ദെൻ ഹൗ ഈസ് ക്ലോറോബെൻസീൻ കൺവേർട്ടഡ് ഇൻറ്റു 1-chloro-2-methyl benzene. അത് പേര് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ആ റിയാക്ഷൻ നമ്മൾ അങ്ങനെ വരാവുന്ന പല റിയാക്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, ഈസിയാണ്. ക്ലോറോബെൻസീനെ നിങ്ങൾ 1-chloro-2-methyl benzene ആക്കുക. എപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് കൺവേർഷൻ പറയുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ഐഡിയ ഉണ്ട്. നിങ്ങളോട് ചോദിച്ച ആളുകളെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രക്ചർ ആക്കി എഴുതാൻ പറ്റുമോ നോക്കുക. അപ്പൊ ക്ലോറോബെൻസീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ക്ലോറോബെൻസീൻ എന്താക്കി മാറ്റാനാ പറഞ്ഞത്? 1-chloro-2-methyl benzene ആണ്. 1-chloro-2-methyl benzene. 1-chloro-2-methyl benzene. ഇനി എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 1-chloro-4-methyl benzene ആക്കുന്ന റിയാക്ഷൻ ചെയ്തു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു, കാരണം മക്കൾ പറയണം, എനിക്കൊരു ഓർമ്മയില്ല. 1-chloro-4-methyl benzene ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തതുപോലെ എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഇവിടെ 2-methyl ആണ് ചോദിച്ചത്. വെരി സിമ്പിൾ. നോക്കിയേ, ക്ലോറോബെൻസീനിലേക്ക് ഒരു CH3 വന്നു, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിൽ വന്നു, പാരാ പൊസിഷനിൽ വരും. അപ്പൊ ഇത് ഏതാ? CH3 ഗ്രൂപ്പിനെ ചേർക്കുന്ന റിയാക്ഷനാണ്. CH3 ഗ്രൂപ്പിനെ ചേർക്കണമെങ്കിൽ CH3ന്റെ കൂടെ Cl വേണം, കാറ്റലിസ്റ്റ് ആയിട്ട് ആൻഹൈഡ്രസ് AlCl3 വേണം. അപ്പൊ ഇത് ഏതാ? ഫ്രിഡൽ ക്രാസ് ആൽക്കൈലേഷൻ. കണ്ടോ, ഫ്രിഡൽ ക്രാസ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്ന് ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടാൻ റിയാക്ടന്റ് നിങ്ങൾക്ക് തന്ന പ്രൊഡക്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചാൽ എക്സാം ഹാളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ഫ്രിഡൽ ക്രാസ് ആൽക്കൈലേഷൻ ആണ് ഈ ചോദിച്ചത്. ഫ്രിഡൽ ക്രാസ് ആൽക്കൈലേഷൻ. റെഡി. അപ്പൊ അതും സെറ്റ് ആണേ. അത് കുറച്ച് പേര് കൺഫ്യൂഷൻ പറഞ്ഞു. ദെൻ ഹൗ മെഥനോൾ ഈസ് പ്രിപ്പയർഡ് ബൈ. മോഡലിനും ചോദിച്ചു, ഇവിടെയും ചോദിച്ചു. ഹൗ മെഥനോൾ ഈസ് പ്രിപ്പയർഡ് ബൈ ഇൻഡസ്ട്രിയലി ബൈ ദി കെമിക്കൽ ഇക്വേഷൻ. അതിന്റെ ഇക്വേഷൻ എഴുതാൻ വെരി സിമ്പിൾ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ ആൻഡ് കാറ്റലിസ്റ്റ് മെഥനോൾ ഈസ് ഫോംഡ് എന്ന് പറഞ്ഞിട്ട് ഈ റിയാക്ഷൻ എഴുതാം. CO+2H2 gives CH3OH. കാറ്റലിസ്റ്റ്, ടെമ്പറേച്ചർ, പ്രഷർ മറക്കണ്ട. റെഡി, എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഗിവ് 1 കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോർമാൽഡിഹൈഡ് ആൻഡ് അസറ്റാൽഡിഹൈഡ്. ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ആക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ മോഡലിന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും ക്രിസ്മസ് എക്സാമിനും ഇതേപോലത്തെ പല ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആവുകയും അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ വേറെ കുറെ എക്സാമ്പിൾ എടുത്തിട്ട് ഒരുപാട് എക്സാമ്പിൾ ഡിസ്റ്റിംഗ്വിഷ് ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു തന്നിരുന്നു. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഓർഗാനിക് പഠിച്ചപ്പോൾ മിനിയാന്ത ക്ലാസ്സിലും ഇന്നലത്തെ ക്ലാസ്സിലും ഒക്കെ ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിരുന്ന സാധനമാണ് അസറ്റാൽഡിഹൈഡിന്റെ പ്രത്യേകത. അസറ്റാൽഡിഹൈഡ് പറഞ്ഞാൽ ആരാന്നറിയാലോ, 2 കാർബൺ വരുന്ന ആളാണ്, CH3CHO. ഈ എഥനാൽ എന്ന് പറയുന്ന ആൾക്ക് CH3CO ബോണ്ട് ഉണ്ടെന്നും CH3CHO CH3CO ബോണ്ട് ഉണ്ടെന്നും ഇത് ഹാലോഫോം ടെസ്റ്റ് തരുമെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഹാലോഫോം ടെസ്റ്റ്. സോ ഹാലോഫോം ടെസ്റ്റ്. അപ്പൊ അസറ്റാൽഡിഹൈഡ് ഹാലോഫോം ടെസ്റ്റ് തരും, പക്ഷെ ഫോമാൽഡിഹൈഡ് HCHO എന്നാണ്. HCHO CH3 ഗ്രൂപ്പ് ഇല്ല, അതുകൊണ്ട് ഹാലോഫോം ടെസ്റ്റ് തരില്ല. സോ ഹാലോഫോം ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാം, അഥവാ അല്ലെങ്കിൽ അയഡോഫോം. ഹാലോഫോമിൽ മെയിൻ ആയിട്ട് എഴുതുന്നത് അയഡോഫോം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ഇതാണ് ചില കുട്ടികൾ, ഇത് വളരെ സിമ്പിൾ, 2 സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളൂ. ഹൗ വിൽ യു കൺവേർട്ട് നൈട്രോബെൻസീൻ ടു 2,4,6 ട്രൈബ്രോമോ അനിലിൻ എന്നാണ് ചോദ്യം. സോ നൈട്രോബെൻസീൻ എന്ന് പറഞ്ഞാൽ ആരാ? നൈട്രോബെൻസീൻ എന്ന് പറഞ്ഞാൽ NO2. ആ നൈട്രോബെൻസീനെ 2,4,6 ട്രൈബ്രോമോ അനിലിൻ ആക്കണേ. ആദ്യം അനിലിൻ ആക്കണം. അനിലിനാക്കാൻ എന്ത് ചെയ്യണം? NO2 NH2 ആക്കണം. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ റിയാക്ഷൻ.
ഞാൻ അങ്ങനെ തന്നെ കൺവേർട്ട് നൈട്രോ ബെൻസീൻ ടു അനിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തന്നു. അതിലിതാ H2 ഇൻ ദ പ്രസൻസ് ഓഫ് NiPDPT അല്ലെങ്കിൽ SN പ്ലസ് HCl അല്ലെങ്കിൽ Fe പ്ലസ് HCl ആരെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ SN പ്ലസ് HCl ആണ് ചേർക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ Fe പ്ലസ് HCl ആണ് ചേർക്കുന്നത്, ചേർത്ത് എഴുതും. അപ്പൊ നിങ്ങൾക്ക് അനിലും കിട്ടി. ഇനി അനിലിൽ നിന്ന് 246 ഈ 246 ട്രൈ ബ്രോമോ 246 ട്രൈ നൈട്രോ എന്ന് കേട്ടാൽ നിങ്ങൾ ഓൾറെഡി ഓടുന്ന സാധനമുണ്ട്. 246 ട്രൈ നൈട്രോ ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് HNO3, 246 ട്രൈ ബ്രോമോ ആണെങ്കിൽ 3Br2 അല്ലെങ്കിൽ ബ്രോമിൻ വാട്ടർ 3Br2. ഇതാ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചേർക്കുന്നതോടുകൂടി 3 പൊസിഷനിലും അനിലും വരും. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുന്നു. ഒന്ന് ചില കുട്ടികൾ കൺഫ്യൂഷൻ അടിക്കുമെങ്കിലും എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. സെയിം ക്വസ്റ്റ്യൻ 200 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഈ തന്ന ക്വസ്റ്റ്യൻ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്ന ന്യൂമറിക്കൽ ഇതാ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 200 സെന്റിമീറ്റർ ക്യൂബ് തന്നെ അതേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഇക്വേഷൻ പൈ ഈക്വൽ ടു W2RT/M2V ഇതാണ് ഇക്വേഷൻ. ഇതിൽ M2 ആണ് ചോദ്യം, M2 ആണ് ചോദിച്ചത്. അപ്പൊ M2 എഴുതുക. M2 ഈക്വൽ ടു W2RT/πV. അപ്പൊ W2ന്റെ വാല്യൂ എത്രയാണ്? W2ന്റെ വാല്യൂ 1.26 കൊടുക്കണം. ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.083. ദെൻ ടെമ്പറേച്ചർ ഇവിടെ 300 കെൽവിൻ അതും തന്നിട്ടുണ്ട്. ദെൻ പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓസ്മോട്ടിക് പ്രഷർ ഇതാ 2.57 × 10⁻³ ദെൻ വോളിയം 200 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അതിന് എന്തൊക്കെ മാറ്റണം? ലിറ്ററിലേക്ക് മാറ്റണം. 0.02 ലിറ്റർ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ 200 സെന്റിമീറ്റർ ക്യൂബ് പറഞ്ഞാൽ 0.2 ലിറ്റർ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് M2 മോളർ മാസ്. സോ W2RT/πV എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദ റസ്റ്റിംഗ് ഓഫ് അയൺ. സെയിം ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്തു. വാട്ട് ഈസ് കൊറോഷൻ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ചെയ്തെന്നതായിരുന്നു. ബ്രീഫ്ലി ഇത് കാണുന്നുണ്ടോ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സസ് ഇൻവോൾവ് ദ റസ്റ്റിംഗ് ഓഫ് അയൺ. ഓ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് Fe എന്ന് പറയുന്ന ആള് ആദ്യത്തെ സ്റ്റെപ്പിൽ Fe2+ റിയാക്ഷൻ നടന്നിട്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ആ Fe2+ Fe3+ ആകും. എന്നിട്ട് ആ Fe3+ പിന്നെ വാട്ടറിന്റെ കൂടെ ചേർന്നിട്ട് Fe2O3 XH2 ആവും. അതിനെയാണ് തുരുമ്പ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, റസ്റ്റ് എന്നൊക്കെ പറയാം. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇരുമ്പാണ് നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ആ Feയുടെ സർഫസിലേക്ക് പല ആളുകൾ വരും. എയറും വാട്ടറും വേപ്പറും ഒക്കെ വന്നിട്ട് Fe എന്തായി മാറും? Fe2+ ആയിട്ട് മാറും. സോ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് എ റിഡോക്സിഡേഷൻ അറ്റ് എ പർട്ടിക്കുലർ സ്പോട്ട് ഓഫ് ദി മെറ്റൽ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. അങ്ങനെ ആദ്യത്തെ സ്ഥലത്ത് ഇതാ ഓക്സിഡേഷൻ നടക്കും. Fe2+ അങ്ങനെ ഒരു Feയും കൂടി വരും. അങ്ങനെ 2 Fe വന്നിട്ട് 2 Fe2+ ആവും. അപ്പോൾ ഒരു Fe 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ 2 Fe 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ ആനോഡിൽ ഇങ്ങനെ റിയാക്ഷൻ നടക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ടതാ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. ദെൻ ആ 4 ഇലക്ട്രോൺ കാഥോഡിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ കാഥോഡിന്റെ സ്പോട്ടിലേക്ക് ഈ 4 ഇലക്ട്രോൺ പോയിട്ട് ഓക്സിജനും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ കംപ്ലീറ്റ് റിയാക്ഷൻ പറയുന്നില്ല. സോ ഇതാണ് അതിന്റെ ആൻസർ. 3 മാർക്കിനോളം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞതാ. 3 മാർക്കിനോളം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും. യെസ്, നെക്സ്റ്റ് ഭാഗം. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. എത്ര ഡിഫറൻസ്? 2 ഡിഫറൻസ് എങ്കിലും എഴുതണം. അതേ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ചെയ്തു. വാട്ട് ഡു യു മീൻ ബൈ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ? ഞാനത് ഇത് എടുക്കാൻ മറന്നു തോന്നുന്നു. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആ ക്വസ്റ്റ്യൻ കണ്ടില്ല. വാട്ട് ഡു യു മീൻ ബൈ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ? അയ്യോ, നമ്മൾ പറഞ്ഞതാണ്. സ്യൂഡോ ഓർഡർ റിയാക്ഷനും അതിന്റെ എക്സാമ്പിളും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്താണെന്നുള്ളതിന്റെ കറക്റ്റ് പോയിന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എന്താണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ വിചാരിക്കും ഇത് ഹയർ ഓർഡർ റിയാക്ഷൻ ആണ്, ബട്ട് actually it follows lower order. So some reactions are appear to be higher order, but actually it follows lower order എന്നാണ് ഈ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ക്വസ്റ്റ്യൻ കണ്ടില്ല. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ എക്സാമ്പിളും അത് വെച്ചിട്ട് റേറ്റ് എഴുതുന്നതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. Then give reasons for the following. Zinc, cadmium, mercury are not considered as transition elements. എന്തുകൊണ്ടാണ് സിങ്കും കാഡ്മിയം മെർക്കുറിക്കും കംപ്ലീറ്റ് കോൺഫിഗറേഷൻ എവിടെയുണ്ട്? അവരുടെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും അതുപോലെ ന്യൂട്രൽ സ്റ്റേറ്റിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിച്ചതാണ് D and F. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദെൻ ട്രാൻസിഷൻ മെറ്റൽസ് ഫോം കോംപ്ലക്സ് ഫോം. ട്രാൻസിഷൻ മെറ്റൽസിന് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള 4 കാരണങ്ങൾ. D and F ബ്ലോക്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് ആയ D ബ്ലോക്കുകൾ കോംപ്ലക്സ് ഫോം ചെയ്യാൻ സ്മോൾ സൈസ്, അവർക്ക് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ട്, ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതിയാൽ അതാണ് കാരണം. സോ കോംപ്ലക്സ് ഫോം ചെയ്യുന്നവരാണ് ഇവർ. ദെൻ Sc3+ ഈസ് കളർലെസ് ബട്ട് Ti3+ ഈസ് കളർ. സെയിം ക്വസ്റ്റ്യനിൽ നമ്മൾ കുറച്ചും കൂടി ആളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് Sc3+ ആ, ഇത് Ti3+ ആ. ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. Sc3+ കളർലെസ് ആന്ന് എഴുതിയിട്ടുണ്ട്, Ti3+ കളേർഡ് ആന്ന് എഴുതിയിട്ടുണ്ട്. പ്രൂഫ് വിത്ത് പ്രൂഫ്. ഓക്കെ. ദെൻ മക്കളെ, ഹൗ ഡു യു പ്രിപ്പയർ K2Cr2O7 ഫ്രം ക്രോമൈറ്റ് ഓർ?
ഹൗ ഡു യു പ്രിപ്പയർ K2Cr2O7 ഫ്രം ക്രോമൈറ്റ് ഓർ? ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചോദിക്കുന്നതാണ്, കാരണം മോഡലിന് ഇതാണ് ചോദിച്ചിരുന്നത്. മോഡലിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഫ്രം ക്രോമൈറ്റ് ഓർ. ഡയറക്ടറിനെ അതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. Then NiCN4 minus 2, NiCN4 2 minus and NiCO4 have different structures but do not differ in their magnetic behavior. Explain. NiCN4 2 മൈനസും NiCO4 നമ്മൾ അതല്ല ചെയ്തത്. നമ്മൾ ചെയ്തത് NiCl4ഉം NiCO4ഉം ആയിരുന്നു. അതിന്റെ സ്ഥാനത്ത് NiCN4 വെച്ച് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ അതിന്റെ വേറെ ടൈപ്പ് ചെയ്തിരുന്നു, അതേ ക്വസ്റ്റ്യൻ അല്ല. NiCN4ഉം NiCO4ഉം ആണ് ചോദിച്ചത്. അതിന്റെ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. സ്ട്രക്ചർ ഡിഫറൻ്റ് ആവാൻ കാരണം ഹൈബ്രിഡൈസേഷൻ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ രണ്ടിനെയും ഇത് എഴുതി വെക്കണം, കാരണം രണ്ടും സ്ട്രോങ് ലിഗാൻഡ്. എന്നിട്ടും എന്താ വ്യത്യാസമുള്ളത്? NiCO4ൽ ചെറിയൊരു എക്സെപ്ഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ 4s ഉണ്ടായിരുന്ന ആള് 3D ചാടിയിട്ട് ഇവിടെ sp3 കിട്ടുക, ഇവിടെ DsP2 കിട്ടും. അപ്പൊ ഇത് സ്ക്വയർ പ്ലാനാറും ഇത് ടെട്രാഹൈഡ്രലും ആയിരിക്കും. പക്ഷെ അതിലുള്ള ബട്ട് ഡു നോട്ട് ഡിഫർ ഇൻ ദയർ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയാൻ കാരണം എന്താ? എല്ലാത്തിനും പെയർഡ് ഇലക്ട്രോൺസ് ആണ്, കാരണം സ്ട്രോങ് ലിഗാൻഡ് ആവുന്നത്. അപ്പൊ രണ്ടിലും സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് പെയർ ആവുകയും ഡയാമാഗ്നറ്റിക് ആവുകയും ചെയ്യും രണ്ടും. പക്ഷെ ഹൈബ്രിഡൈസേഷൻ ഇതിൽ ഒന്നും ഇതിൽ മറ്റൊന്നും ആയതുകൊണ്ട്, ഇതിൽ DsP2 അല്ലെ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ഇതിൽ DsP2 ഇതിൽ sp3 ആയതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ, ഇതിൽ sp3 ഇതിൽ DsP2 ആയതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ വ്യത്യാസം വന്നു. ഹൈബ്രിഡൈസേഷൻ വ്യത്യാസം വന്നപ്പോൾ സ്ട്രക്ചറും വ്യത്യാസം. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്തതാണ്. നമ്മൾ 5 എക്സാമ്പിൾ ആയിരുന്നു ഇത് VB തിയറിക്ക് വേണ്ടി ചെയ്തിരുന്നത്. അതിലത്തെ 2 എക്സാമ്പിൾ ആണ് ഇത്. റെഡി? ദെൻ മക്കളെ, റൈറ്റ് ദ ഫോർമുല ഓഫ് ടെട്രാ അമീൻ അക്വാ ക്ലോറൈഡോ കൊബാൾട്ട് ക്ലോറൈഡ്. ഞാൻ ഇതിന്റെ ഫോർമുല തന്നിട്ട് പേര് എഴുതിച്ചിരുന്നു, തിരിച്ചാണ് ചോദിച്ചത് എക്സാമിന്. ടെട്രാ അമീൻ അക്വാ ബ്രോമിഡോ കൊബാൾട്ട് ബ്രോമൈഡ്. ഞാൻ ബ്രോമിഡോ ബ്രോമൈഡ് ആണ് ക്വസ്റ്റ്യനിൽ, ക്ലോറിഡോ ക്ലോറൈഡ് ആണ്. Br പകരം Cl ആണ് അവർ ചോദിച്ചത്, അത്രേ ഉള്ളൂ. ഞാൻ അതിന്റെ ഫോർമുലയാണ് തന്നത്. അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. CONH3 4 times H2O, Cl പുറത്ത് Cl2. റെഡി മക്കളെ? ദെൻ ഡ്രോ ദി ഡയഗ്രാം വിച്ച് ഇൻഡിക്കേറ്റ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ടെട്രാഹീഡ്രൽ ഫീൽഡ്. ടെട്രാഹീഡ്രൽ ഫീൽഡ് മാറിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒക്ടാഹീഡ്രൽ ഫീൽഡ് ആണ് സാധാരണ നമ്മൾ പറയല്. ഒക്ടാഹൈഡ്രൽ ഫീൽഡിന്റെ കൂടെ തന്നെ ടെട്രാഹൈഡ്രൽ ഫീൽഡ് പഠിക്കാറുണ്ട്. സോ ടെട്രാഹൈഡ്രൽ ഫീൽഡിന്റെ സ്പ്ലിറ്റിംഗ് വരയ്ക്കാനാണ് ചോദിച്ചത്. നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. ഡി ഓർബിറ്റൽ ആദ്യം ആവറേജ് എനർജി, പിന്നെ 2 സ്പ്ലിറ്റ് ആവും, താഴത്തേക്ക് 2 എണ്ണം മുകളിലേക്ക് 3 എണ്ണം പോയിട്ട് സ്പ്ലിറ്റ് ആവുന്ന എനർജി വരച്ചിട്ടുണ്ടാവും. റൈറ്റ് എനി 1 ലിമിറ്റേഷൻസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. 1 നമ്മൾ 2 എണ്ണം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെയും ക്വസ്റ്റ്യൻ ഇതാ, റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ്. കണ്ടോ, നമ്മൾ അതേ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 1 ലിമിറ്റേഷൻ, ഇവിടെ റൈറ്റ് എനി 2 ലിമിറ്റേഷൻ. നമ്മളൊന്ന് കുറച്ച് ഓവർ റൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ വാലൻസ് ബോണ്ട് തിയറിയുടെ ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട്. Name the products formed when phenol is treated with the following reagents. ബ്രോമിൻ വാട്ടറുമായിട്ട് ഫീനോൾ റിയാക്ട് ചെയ്താൽ, എപ്പോഴും പറയുന്നതാണ്, ഫീനോള് ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ, അവിടെ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ കിട്ടും. പേരാണ് എഴുതാൻ ചോദിച്ചത്, 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ. ദെൻ ബ്രോമിൻ വാട്ടർ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്താൽ, ബ്രോമിൻ വാട്ടർ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല, നമ്മൾ ചെയ്തതാണ്. ബ്രോമിൻ വാട്ടർ അല്ല, ഫീനോൾ സിങ്കുമായിട്ട് ചെയ്താൽ, അയ്യോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് സിങ്കം, അയ്യോ കെമിസ്ട്രിയിലെ രാജ സിങ്ക് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ സിങ്ക് എന്താണ്? ഈ ഓക്സിജനെ വന്ന് വിഴുങ്ങും, ബാക്കി ആരാണ്ടാവുക? ബെൻസീൻ. സോ ഫീനോളിലേക്ക് സിങ്ക് ചേർത്താൽ ബെൻസീൻ കിട്ടും. സോ രണ്ടാമത്തെ ആൻസർ ബെൻസീൻ. ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 ചേർത്താൽ 3 പൊസിഷനിലും 2,4,6 ട്രൈ നൈട്രോ ഫീനോൾ അഥവാ പിക്രിക് ആസിഡ് കിട്ടും. റെഡി? നെയിം എഴുതാനാ പറഞ്ഞത്, നെയിം അങ്ങ് എഴുതി കൊടുത്താൽ മതി. ദെൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നമ്മുടെ നെയിമിംഗ് റിയാക്ഷനെ വെച്ചിട്ടാണ് ടേബിൾ ആക്കിയത്. ഞാൻ ഇന്നലെ പഠിപ്പിച്ചപ്പോൾ അതേ നെയിമിംഗ് റിയാക്ഷൻ ടേബിൾ ആക്കി തന്നെ ഞാനും പഠിപ്പിച്ചത്. ടേബിൾ പോലെ തന്നെ എൻ്റെ ടേബിൾ, എൻ്റെ 3 കോളങ്ങളാണുള്ളത്, ഇതിൽ 1, 2, 3, 4 കോളങ്ങളാണുള്ളത്. എനിവേ നമ്മൾ അതേ ടേബിൾ പോലെ തന്നെ പഠിച്ചിരുന്നു. അവിടെ RCOCl അറിയാലോ, RCOCl H2PD BaSO4 എന്ന് കേട്ടാൽ തന്നെ അവിടുത്തെ മേജർ പ്രൊഡക്റ്റ് ആരാ? RCHO അല്ലെ, ആൾഡിഹൈഡ് ആണ്. RCHO എന്ന് എഴുതി കൊടുത്താൽ മതി. ദെൻ നെയിം ഓഫ് റിയാക്ഷൻ റോസൻമണ്ട് റിഡക്ഷൻ അറിയാം. അത് നിങ്ങൾ ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, കാരണം പല പ്രാവശ്യം പറഞ്ഞ് സെറ്റാക്കിയതാണ്. CH3COOH Cl2 ബാർ റെഡ് ഫോസ്ഫറസ്, അയ്യോ HVZ, ഹാലോജൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ HVZ റിയാക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? CH3COH Cl2 വരുമ്പോൾ നിങ്ങൾക്കറിയാം ആൽഫ കാർബൺ ഹൈഡ്രജൻ പോയിട്ട് CH3 ഹൈഡ്രജൻ പോയി CH2Cl ആവും. CH2Cl COOH എന്നാവും. എഴുതിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. Then ആ റിയാക്ഷന്റെ പേര് HVZ റിയാക്ഷൻ, ഹെൽ വോൾഹാർഡ് സെലിൻസ്. HVZ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. Then CH3CHO ക്ലമൻസൺ റിഡക്ഷൻ, CH3CHO ക്ലമൻസൺ റിഡക്ഷനുള്ള റിയേജന്റ് നമ്മൾ ട്രിക്ക് വെച്ച് പഠിച്ചതാണ്. സിങ്ക് മെർക്കുറി Cl HCl. അപ്പൊ സിങ്ക് മെർക്കുറി HCl അത് ചേർക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന മേജർ പ്രൊഡക്റ്റ് ഹൈഡ്രോ കാർബൺ, അഥവാ ഇത് സാധനം ഹൈഡ്രോ കാർബണോ, ഈ ഓക്സിജൻ ഇവിടുന്ന് പോയി 2 H വരും, CH3 കാരണം റിഡക്ഷൻ ആണ്.
സിമ്പിൾ ഹമ്പിൾ ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. കാണാപ്പാടം പോലും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതുപോലെ പറഞ്ഞാണ്. ഈ ക്ലമൻസന്റെ ആൻസർ ഇതിലില്ല, ഞാൻ ഇപ്പുറത്തതാ ഇതായിട്ട് ക്ലമൻസൺ ഇവിടെ, അത് അപ്പുറത്ത് വരേണ്ട സ്ക്രീൻഷോട്ടാണ് ഇങ്ങോട്ട് എടുത്തത്. ദ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ അമൈഡ്, ഒരു അമൈഡ് കൺവേർട്ടഡ് ഇൻടു പ്രൈമറി അമൈൻ ബൈ ദി ആക്ഷൻ ഓഫ് Br2, ബ്രോമിനും അമൈഡും, ബ്രോമിനും അമൈഡും ബ്രോമൈഡും. അപ്പൊ ആ റിയാക്ഷന്റെ പേര് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. പറഞ്ഞതാ, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. യെസ്. അടുത്തത്, ഹൗ ഈസ് പ്രൈമറി അമൈൻ ഡിസ്റ്റിങ്ഷ്ഡ് ഫ്രം സെക്കൻഡറി അമൈൻ യൂസിങ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. പ്രൈമറി അമൈനും സെക്കൻഡറി അമൈനും ഹിൻസ്ബർഗ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ? ഹിൻസ്ബർഗിന്റെ ടെസ്റ്റ് പഠിപ്പിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പ്രൈമറി അമൈനും ഹിൻസ്ബർഗ് റിയേജന്റ് ചേർത്താൽ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ആൽക്കലിയിൽ സൊല്യൂബിൾ ആയിരിക്കും. അപ്പൊ പ്രൈമറി അമൈനാണ് ആ പ്രസിപ്പിറ്റേറ്റ് ആൽക്കലിയിൽ സൊല്യൂബിൾ ആയിരിക്കും. എന്നാൽ സെക്കൻഡറി അമൈനും ഹിൻസ്ബർഗ് റിയേജന്റ് ചേർന്നുണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ് ആൽക്കലിയിൽ ഇൻസൊല്യൂബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും സെറ്റ്. Then differentiate between globular and fibrous protein. എന്തിനധികം പറയുന്നു? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ. ബയോമോളിക്യൂൾസ് പഠിച്ചിട്ടില്ല സാറേ, എന്ത് ചെയ്യുന്നു കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ബയോമോളിക്യൂൾസ് പഠിക്കാൻ ഒന്നും നോക്കണ്ട, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്തോ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. നമ്മൾ ചെയ്ത രണ്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ. വാട്ട് ഈസ് മെന്റ് ബൈ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? സോ ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ്റെ ഡിഫറൻസുകളെ പ്രത്യേകം മാറ്റി തന്നെ എഴുതുന്നതാണ്. ഗ്ലോബുലാർ ട്രിക്ക് വെച്ച് പഠിപ്പിച്ചത്. ഗ്ലോബ് എന്ന് പറയുമ്പോൾ സ്ഫിയർ ആലേക്ക, ഫൈബർ എന്ന് പറയുമ്പോൾ ഫൈബറിലേക്ക്. അപ്പോൾ ഇത് ഗ്ലോബാണ്, ഫൈബറാണ്. ഫൈബർ എന്ന് പറയുന്നത് ഈ മുടിയിലൊക്കെ ഉള്ളതാണ്, അപ്പോൾ കെരാറ്റിനിലൊക്കെ ഉള്ളതാണ്. അത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്, ഇത് വാട്ടറിൽ സൊല്യൂബിൾ ആണ്. അങ്ങനെ എഴുതിയാൽ മതി. വാട്ട് ഈസ് മെന്റ് ബൈ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? അതും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? ഫിസിക്കൽ ചേഞ്ചോ കെമിക്കൽ ചേഞ്ചോ നിങ്ങളുടെ പ്രോട്ടീനിലേക്ക് മാറ്റുമ്പോൾ സെക്കൻഡറി, ടേർഷറി, ക്വാട്ടർണറി സ്ട്രക്ചർ ഡിസ്റ്റർബ്ഡ് ആവുകയും അതിന്റെ ബയോളജിക്കൽ ഫംഗ്ഷൻ ലോസ് ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റും അതുപോലെ തന്നെ കേർഡലിംഗ് ഓഫ് മിൽക്ക് ഒക്കെ അതിന് എക്സാമ്പിളാണ്. എക്സാമ്പിളും ചോദിച്ചിട്ടില്ല, 1 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. സോ ജസ്റ്റ് ആ ഡെഫിനേഷൻ ജസ്റ്റ് അങ്ങ് എഴുതി വെച്ചാൽ മതി. ദെൻ സ്റ്റേറ്റ് ഹെൻറീസ് ലോ, അത് പറയുന്നില്ല. സ്റ്റേറ്റ് ഹെൻറീസ് ലോ ഗിവ് 2 applications of it. Same direct question. Draw the vapor pressure of mole fraction curve for a non-ideal solution having positive deviation. Positive deviation curve വരയ്ക്കാൻ, പോസിറ്റീവ് ഡീവിയേഷൻ ഇത് നമ്മൾ വരക്കാത്തോ ചെയ്യാത്തോ അല്ല കേട്ടോ. ഞാൻ സ്ക്രീൻഷോട്ട് എല്ലാത്തിൻ്റെ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇരുന്നാണ്. നോക്കിക്കേ, നിങ്ങൾക്കറിയാം, ഇങ്ങനെ വന്ന് ഇതിൽ നിന്നും ഇതാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എങ്കിൽ ഇതിന്റെ മുകളിലേക്കാക്കി വരയ്ക്കുന്നത്, ഇതിന്റെ മുകളിലേക്കാക്കി വരയ്ക്കുന്നത്. ഇപ്പൊ വരച്ചത് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ആണെങ്കിൽ ഇതിന്റെ മുകളിലേക്കാക്കി വരയ്ക്കുന്നതാണ് എന്ത് മക്കളെ? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. ഡോട്ടായിട്ട് വരയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ അല്ലേ മക്കളെ? റെഡി. ദെൻ റൈറ്റ് ദ സെൽ റിയാക്ഷൻ ആൻഡ് നേൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഇതും നമ്മൾ ചെയ്തതാണ്. ഡാനിയൽ സെൽ റിയാക്ഷനും നേൺസ് ഇക്വേഷനും. സോ ഞാൻ ക്ലാസ്സിൽ ഇന്നലെ ചെയ്യിപ്പിച്ചപ്പോൾ മറ്റൊരു റിയാക്ഷനാണ് ചെയ്തത്. മാഗ്നീഷ്യവും Mg2+ Ag കൂടെ തമ്മിലുള്ള റിയാക്ഷനാണ്. നിങ്ങൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി? സിങ്കും കോപ്പറും തമ്മിലുള്ള റിയാക്ഷൻ എഴുതിയാൽ മതി. അപ്പൊ Zn plus Cu2+ gives Zn2+ Cu എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? അതിന്റെ സെൽ റിയാക്ഷൻ ആയി. ഇനി നേൺസ് ഇക്വേഷൻ എഴുതാനാണെങ്കിൽ E cell equal to E0 cell minus 0.059/2 എന്ന് എഴുതാം. ഇനി അതിന് പകരം നിങ്ങൾക്ക് -RT/NF അങ്ങനെ വാല്യൂ കൊടുക്കാണ്ട് എഴുതാം. ഇനി +0.059/2 എന്ന് എഴുതുന്നവരുണ്ട്, അങ്ങനെയൊക്കെ എഴുതാം. പ്ലസ് എഴുതുന്നവർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മൈനസ് ആണ് എഴുതുന്നെങ്കിൽ log Zn2+ bar Cu2+ എഴുതണം, /Cu2+ എഴുതണം. ഇനി പ്ലസ് ആണ് ഇവിടെ ഇട്ടവരെങ്കിൽ, ഇവിടെ പ്ലസ് ഇട്ടവരാണെങ്കിൽ ഇവിടെ Cu2+ /Zn2+ എന്നാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നേൺസ് ഇക്വേഷൻ റെഡി. എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ വിത്ത് ഡൈല്യൂഷൻ. ഇന്നലെ ഞാൻ കുറച്ച് സമയം എടുത്ത് പറഞ്ഞ പോയിന്റ്, എനിക്ക് ചോദിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ പോയിന്റ്, ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി ഡൈല്യൂഷൻ അനുസരിച്ച് കണ്ടക്ടിവിറ്റി കുറയും, പക്ഷെ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അതാണ് ആദ്യത്തെ പോയിന്റ്. ദെൻ മോളാർ കണ്ടക്ടിവിറ്റിനെ 2 രൂപത്തിൽ എഴുതണം. 2 മാർക്കിനല്ല, ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണെങ്കിൽ ഡൈല്യൂഷൻ അനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം അവിടെ മൊബിലിറ്റി കൂടും, അയോൺസിന്റെ മൊബിലിറ്റി കൂടും. വീക്ക് ഇലക്ട്രോലൈറ്റിനാണെങ്കിൽ അവിടെ ഡിസോസിയേഷൻ കൂടിയിട്ട് നമ്പർ ഓഫ് അയോൺസ് കൂടും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ അത് പറഞ്ഞു തന്നിരുന്നു. കാര്യമുണ്ടായി, അത് ചോദിച്ചു. റൈറ്റ് 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് വേർണേഴ്സ് കോർഡിനേഷൻ തിയറി. വേർണേഴ്സ് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. വേർണേഴ്സ് തിയറിയുടെ 4 പോസ്റ്റുലേറ്റ്സ് നമ്മൾ പഠിച്ചാണ്. ഒന്ന്, അതിന് പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്, 2 വാലൻസി. ആ പ്രൈമറി വാലൻസിയെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കും, സെക്കൻഡറിയെ കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കും. പ്രൈമറി എന്ന് പറയുന്നത് അയോണൈസബിൾ ആണ്, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നോൺ അയോണൈസബിൾ ആണ്. ഈ സെക്കൻഡറി ഒരു പ്രത്യേക പൊസിഷനിലൂടെയാണ് വരിക. സോ സെക്കൻഡറി ഡിറ്റർമൈൻ ദ ഷേപ്പ് ഓഫ് കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഡ്രോ ദി ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് CONH3 thrice, NO2 thrice. 3, 3
ത്രൈസും ത്രൈസും. അപ്പം 3+3 എന്നുള്ള ഫോമിൽ വന്നാൽ ഫാക്കും മെറുമാണ് വരക്കേണ്ടതുകൊണ്ട് സെയിം എക്സാമ്പിൾ നമ്മൾ ചെയ്തതാണ്. ഫാക്കും മെറും ഫോമിൽ സെയിം എക്സാമ്പിൾ ചെയ്തതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ അതിന്റെ പ്ലേ ബട്ടൺ ഞാൻ അത് അതിൽ തന്നെ വന്നതാണ്. CONH3 ത്രൈസ് NO2 ത്രൈസ്. നമ്മൾ സെയിം എക്സാമ്പിൾ ഫാക്കും മെറും ചെയ്തതാണ്. റെഡി? ദെൻ predict the products A and B. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. 3 പ്രൊപ്പീൻ ഡൈബൊറൈനിലേക്ക് ചേർത്തപ്പോൾ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടി. ദെൻ അത് ഹൈഡ്രജൻ പെറോക്സൈഡിലേക്കും ആൽക്കഹോളിലേക്കും ചേർത്തപ്പോൾ ബി എന്ന പ്രൊഡക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇത് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ മൈൻഡിലേക്ക് കയറ്റുന്നതാണ്. സോ ഇത്രയും സ്റ്റെപ്പ് ഒറ്റയടിക്ക് അവർ എഴുതി 3CH3 എന്ന് എഴുതിയിട്ട് HBH2 ട്വൈസ് ചേർത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതായിരിക്കും. CH3 CH2 ത്രൈസ് ബി. അതാണ് എയുടെ ആൻസർ. ദെൻ അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുമ്പോൾ ആ ബിക്ക് പകരം OH കയറും. CH3 CH2 OH. ഇതാണ് ആൻസർ. ബൈ പ്രോഡക്റ്റ് എഴുതണമെന്നില്ല. എയും ബിയും ആണ് നമ്മളോട് ചോദിച്ചത്. റെഡി? ദെൻ എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യൂമീൻ. ക്യൂമീനിൽ നിന്ന് ഫീനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ. മോഡലിന് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു കേട്ടോ. പല മക്കളും പറയുന്നു മോഡലിന് ചോദിച്ചാൽ ഒന്നും ഇവിടെ ചോദിക്കില്ല, അതൊക്കെ മാറ്റി വെച്ച് പഠിക്കാം. ക്യൂമീൻ നിന്ന് ഫീനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ. ക്യൂമീനിലേക്ക് ഓക്സിജൻ ചേർക്കുന്നു, അപ്പം ക്യൂമീൻ ഹൈഡ്രോ പെറോക്സൈഡ് കിട്ടുന്നു. അതിലേക്ക് അസിഡിക് ഹൈഡ്രോലിസിസ് നടത്തുമ്പോൾ ഫീനോൾ കിട്ടുന്നു. റെഡി മക്കളെ? ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഐ തിങ്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ആൾഡോൾ കണ്ടൻസേഷൻ വിത്ത് എക്സാമ്പിൾ. ആൾഡോൾ കണ്ടൻസേഷനും കാനിസാരോ റിയാക്ഷനും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു തലേന്നത്തെ ക്ലാസ്സിൽ അതിന് മുന്നത്തെ ക്ലാസ്സിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ആൾഡോൾ കണ്ടൻസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. സോ സെയിം ആൽഡിഹൈഡ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ അണ്ടർഗോസ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് ബേസ് എന്ന് എഴുതുക. ദെൻ ഇതങ്ങ് എഴുതിയാൽ മതി. 2CH3CHO ഡൈല്യൂട്ട് NaOH ചേർക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. സിമ്പിൾ ഹമ്പിൾ. ഹൗ ആർ ദി ഫോളോയിങ് കൺവേർഷൻസ് അച്ചീവ്ഡ്? ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കുക. നമ്മൾ ചെയ്തതാ. ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്നതാണ് ഗേറ്റർമാൻ കോഷ് റിയാക്ഷൻ. ഞാൻ മെയിൻ ഹെഡിങ് ആയിട്ട് തന്നെ അങ്ങനെ എഴുതുന്നത്. ഗേറ്റർമാൻ കോഷ് എന്ന് മാത്രമല്ല ഞാൻ എഴുതുന്നത്, ബെൻസീൻ ടു ബെൻസാൾഡിഹൈഡ് തന്നെ ഞാൻ എഴുതുന്നിരുന്നു. അപ്പൊ ചോദിച്ചിട്ടുണ്ട് ബെൻസീൻ എങ്ങനെ ബെൻസാൾഡിഹൈഡ് ആക്കാം, എഥനോയിക് ആസിഡിനെ എങ്ങനെ എഥനോൾ ആക്കാം. നമ്മൾ അത് നോക്കിയേ, നമ്മൾ ഒരു 3 കൺവേർഷനിലോ ഒരു കൺവേർഷൻ അതായിരുന്നു എഥനോയിക് ആസിഡിന് എഥനോൾ. പിന്നെ ഇതിപ്പോ എങ്ങനെ ചോദിച്ചാലും എന്റെ മക്കൾക്ക് കിട്ടും. കാരണം ഓർഗാനിക്കുള്ള ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചാർട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങേ തലക്കൽ കിടക്കുന്ന ആസിഡ് ഇങ്ങനത്തെ എത്തണമെങ്കിൽ റിഡക്ഷൻ വേണം, സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് വേണം. അപ്പൊ ഒന്നെങ്കിൽ LiLH4 ചേർക്കാം, അല്ലെങ്കിൽ ഈതറിന്റെ പ്രസൻസിൽ B2H6 ചേർക്കാം. മക്കളെ, ഇത്രയൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രി എക്സാമിന്റെ അനാലിസിസ്. നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രാഷ് കോഴ്സിന് ചേരുന്നവരാണെങ്കിൽ നിങ്ങൾ മാർച്ച് 20 നമ്മുടെ ബാച്ച് ലോഞ്ചിങ് ആണ്. മാർച്ച് 28 കേട്ടോ. മാർച്ച് 28. ഞാൻ നേരത്തെ മാർച്ച് 20 എന്നാണോ പറഞ്ഞത്? മാർച്ച് 28 ബാച്ച് ലോഞ്ചിങ് ആണ്. സോ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിച്ച് സെറ്റായി ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ വിളിച്ച് നല്ല മെറ്റീരിയൽ മെയിൻ ആണ്. നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെങ്കിൽ മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ മെറ്റീരിയലൊക്കെ കിട്ടും, അടിപൊളിയായിട്ട് എഴുതി പഠിക്കാവുന്നതാണ്. സോ കെമിസ്ട്രി എക്സാം നിങ്ങൾ തകർത്തെഴുതിയെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള വരാനുള്ള എക്സാമുകളിലേക്കൊക്കെയും ഇത് നിങ്ങൾക്ക് കൂടുതൽ എനർജി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വിജയം എല്ലാ എക്സാംസിലും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.